കേരളം ഇന്ന് ഗോവയ്ക്കെതിരെ കളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് നമ്മൾ കളി കാണാൻ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും കേരളം ജയിച്ചേ തീരൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കളി ജയിച്ച് നമ്മൾ 3 പോയിന്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 4th പൊസിഷൻ കയറാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. 4th പൊസിഷൻ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. പ്രത്യേകിച്ച് അവേ മാച്ചസ് ആണ്. അപ്പോൾ ഈ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോം സപ്പോർട്ട് എന്തായാലും ഇൻക്രീസ് ആവും. നമുക്ക് ഹോം സപ്പോർട്ടാണ് മെയിൻലി ആവശ്യം. അതുകൊണ്ട് തന്നെ ഹോം സപ്പോർട്ട് എന്തായാലും ഈ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോമിൽ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും ഹോക്കി ഇപ്പം ഇന്ന് കളിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഗോവൻ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഗോവയ്ക്കെതിരെ കളിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും കേരളം ജയിക്കും, ജയിച്ചേ തീരും. ആൻഡ് യെല്ലോ മൈ ഹീറോ, കമോൺ കേരള, ലെറ്റ്സ് ഫുഡ്. ഹായ് ഗൈസ്, ഞാൻ ഷിയാസ് ആണ്, ബാംഗ്ലൂർ വിങ്ങിൽ നിന്ന്. എൻ്റെ മാച്ച് പ്രിവ്യൂ പറയാനായിട്ട് വന്നതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഇന്ന് 2-1 ഗോവയെ നമ്മൾ തറപ്പറ്റിക്കും. ബിക്കോസ് നമ്മുടെ കോച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിഫൻസീവ് ലൈനപ്പ് സ്ട്രോങ് ആയതുകൊണ്ട് ഇനി നമ്മൾ അറ്റാക്കിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ കൂടുതൽ ഗോൾ അടിക്കും. അതുകൊണ്ട് തന്നെ 2-1 നമ്മളിന്ന് ജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ ഞാൻ എൻ്റെ ഒരു ലൈനപ്പ് ഞാൻ പറയാം. 4-3-2-1 ലൈനപ്പിലാണ് ടീം ഇറങ്ങുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഡിഫൻസ് ആ സെയിം തന്നെ, ജോസു, ഹാങ്ബാർട്ട്, ഹ്യൂഗ്സ് ആൻഡ് ജിങ്കൻ. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് മെഹ്താബ്, അസ്രാക്ക്. അറ്റാക്കിങ്ങിലേക്ക് നമ്മുടെ റഫീഖ്, ബെൽഫോർട്ട്, ഹോക്കിപ്പിനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സിംഗിൾ സ്ട്രൈക്കർ, മെയിൻ സ്ട്രൈക്കറായിട്ട് ചോപ്ര. അതാണ് എൻ്റെ ഒരു ലൈനപ്പ്. ഈ ലൈനപ്പിൽ നമുക്ക് കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റും, കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. സോ hope for the best. Blasters go win the game, bring victory for us. Manjappada always with Kerala Blasters.